ഒരു നീണ്ട ന്യൂസിലാൻഡ് യാത്ര കഴിഞ്ഞ് മടക്കത്തിന് സമയമായി. AKL എന്ത് ബാഗ് ഡയലോഗൊന്നുമില്ല. ശരി, ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഫ്രീ ടു പിക്ക് വാട്ട് യു ലൈക്ക്. അൺഎഡിറ്റഡ് റോ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണെന്നൊന്നും അറിയില്ല. സോറി, ഐ എം റെക്കോർഡിംഗ്. ദാറ്റ്സ് ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. It's a really comfortable aircraft. Cocktail is here, the special one. എന്താ പേരെന്ന് ഞാനത് കുടിച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ അപ്പാരൻ്റ്ലി ഞാൻ ഹൈ ആയതുകൊണ്ട് ചേച്ചി കൊണ്ടു തന്നു പാരറ്റ് ഡോഗ് NZIPA. ഒരു നീണ്ട ന്യൂസിലാൻഡ് യാത്ര കഴിഞ്ഞ് മടക്കത്തിന് സമയമായി. ബാഗ് അവിടെ എത്തിയിട്ട് ലോക്ക് ചെയ്യാല്ലേ. എല്ലാത്തിലെയും കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ ബാഗുമായിട്ട് നീ ഇങ്ങനെ മറവിൽ കാമുകനായിട്ട് സൈഡിൽ നിൽക്കുമോ? ഇപ്പം പറയാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. 7 kg അങ്ങനെ പേ ചെയ്തില്ലെങ്കിൽ കൊള്ളാം. ഓക്കെ, അപ്പോൾ അനുവേട്ട നമ്മൾ എന്താ ഫ്യൂച്ചർ ഭാവിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊരു തുടക്കമായിരിക്കട്ടെ. ഡ്രൈവ് സേഫ്. അത് വേണമല്ലോ. നടക്കുന്നില്ല, എളുപ്പമല്ല. പക്ഷേ ശീലമായിക്കോളും. ഓക്കെ, അപ്പോൾ എന്താണ് ഡ്രൈവ് സേഫ്. ഓക്കെ, ഇത് അനൂപേട്ടനാണ് നമ്മളെ ഓക്ലൻഡിലെ എന്താ പറയുക അനൂപേട്ടൻ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു യാത്ര സഫലമാക്കി തന്നതിന്. ഒരു നീണ്ട യാത്ര. അതെ, ഒരു നീണ്ട യാത്രയായിരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ബിസിനസ് ക്ലാസ് യാത്രയ്ക്കും ഒരു കൈ സഹായമായതിൽ വളരെയധികം നന്ദി. ഇതേപോലെയൊന്നും ഞാൻ മലയാളം ഒന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ആദ്യമായിട്ട് എന്നെ കാണുകയാണെങ്കിൽ ഈ സൈഡിലുള്ളതാണ്. അധികം എന്നെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. മോസ്റ്റ്ലി ഫ്രണ്ട് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ ഇത് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കാണാൻ കിട്ടുമെന്ന് അറിയില്ല അല്ലേ. നമ്മളുടെ രാവിലെ ഒരു 6:30 എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, യൂഷ്വലി സമ്മർ ആകുമ്പം ഇത് ഒരു 5-5:30 നല്ല വെളിച്ചമായിരിക്കും. ഇതിപ്പോൾ ഇനി ഒരു 7-7:30 ആവും നല്ലോണം ആവാൻ. അതാണ് കുറച്ചൊക്കെ ഇങ്ങനെ ചുവപ്പ് കാണുന്നല്ലോ. സൺറൈസിൻ്റെ ബിഗിനിങ് ആണിത്. AKL നമ്മൾ പ്രീമിയം പാർക്കിങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം അനുവേട്ടനായതുകൊണ്ട് പ്രീമിയമേ ഉണ്ടാവുള്ളൂ. വഴിയിലിറക്കിട്ട് വിടണം. K-band.
ഇത്രയും ബാഗുകളുണ്ട്. അപ്പം ഇതൊക്കെ ഇനി കയറുമെന്ന് കണ്ടറിയാം. ഇതിൽ എയർ ന്യൂസിലാൻഡിൽ എന്താ പ്രശ്നം എന്ന് ഞാൻ റെഡിറ്റിൽ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതവിടെ ഓട്ടോമാറ്റിക് മെഷീൻ, ആള് ഉണ്ടാവും അസിസ്റ്റൻസിന് മാത്രം. അപ്പം അത് 23-ന്റെ മേലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് പാസ് പ്രിന്റ് ആവില്ല. നീ കാലിങ്ങനെ വെക്കും, കൂടല്ലോ. ഡോണ്ട് ഫോർഗെറ്റ് യുവർ റൂട്ട്സ്. ആ നിന്നോടാ പോകുന്നതിന്റെ മുന്നേ പറയുന്നത്. ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഇവിടെ ഇതാക്കുന്നു. പക്ഷെ ഇതിങ്ങനെ തന്നെയല്ല അല്ല, ഇത് ടെമ്പററി സെറ്റപ്പാ. അതെന്തെങ്കിലും കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങോട്ടാ ഇതാ അവിടെ എയർ ന്യൂസിലാൻഡിൽ ചേച്ചി വണ്ടി ഉന്തി കൊണ്ടുപോകുന്നുണ്ട്. അതെ, അതിന് ടൈം ആയിട്ടില്ല. അതാവുമ്പോ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നല്ലോ, വേറെ സ്ഥലത്താണ് ഉണ്ടോ? പക്ഷെ ഞാൻ ചെക്ക് ഇൻ പ്രോപ്പർ ചെയ്യുകയും വേണം. നമ്മൾ പോകുന്നത് പ്രീമിയം. ഓ ഐ സി, ഓക്കെ. ശീലമില്ലാത്തോണ്ട് വെളിവിട് പറഞ്ഞോ. ഓ നമ്മളിനി ഇങ്ങനെ പോകണം. നിന്നെയും കയറ്റും. രണ്ടുപേര് ഹായ് പറയണം. എന്ത് ബാഗ് ഇത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അവിടെ പുറത്തെത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പാസ്പോർട്ട് ഏതിലാ നോക്കട്ടെ. സോറി. Yeah, thank you. Thank you. That side? Where are you off to? To Taipei. Just your passport. Yeah. Are you photographing me? Should I not? No, I prefer you do. Okay.
ഇത്രയും ബാഗ്സ് ഉണ്ട്, 3 എണ്ണം പ്ലസ് 2 ക്യാരി ഓൺ. ചെക്കിൻ കഴിഞ്ഞു. ഇനി തിരിച്ച് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഡയലോഗൊന്നുമില്ല. ശരി, അപ്പോൾ ഓക്കെ. ഫോട്ടോ അല്ല, ഫോട്ടോ എനിക്കൊന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ വരുമോ? ഇല്ല. ബൈ. എക്സ്പ്രസ് ലെയിൻ. Hello. Yes, I do. Can I just have a look? Thank you so much. Thank Just you. the barcode on your boarding Okay, pass. thank you. Thank you. സോ ഇതായിരിക്കണം എൻ്റെ ഫ്ലൈറ്റ് എന്ന് തോന്നുന്നു. Don't talk to girls in the trouble. Yeah. That's wise now. Welcome. Hello. Good morning. How are you? Good, how are you? You filming? Uh, No. Just be aware there's some people inside. Okay. സോ ഇവിടെ ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എൻട്രൻസിൽ തന്നെ പറഞ്ഞു some people don't like filming, so I'm not going to film a lot, but yeah, just chilling here with some champagne, that too in a big glass, so can അങ്ങനെയല്ല, ഞാൻ ഓൾറെഡി ഒരു ബിയർ കുടിച്ചു, പ്ലസ് ഷാമ്പെയിൻ ഫ്ലൂട്ടിലെടുത്താൽ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് മേ ബി ഐ കൻ ജസ്റ്റ് സ്പാൻ അറൗണ്ട്, ഷോ യു എ ബിറ്റ്. അധികം അങ്ങോട്ടേക്ക് പോകുന്നില്ല. പ്രോബബ്ലി ഇനി ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഐ വിൽ ബി ഏബിൾ ടു പിന്നെയും ഫിലിം ചെയ്യാൻ പറ്റുമായിരിക്കും, നോക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞൊന്ന് ഫുഡ് എടുക്കാൻ പോകുമ്പോൾ ലൈറ്റ്ലി ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, സോ അറൗണ്ട് ഒരു 1 hour ബാക്കിയുണ്ട് ടു സ്റ്റാർട്ട് ബോർഡിങ്, അപ്പം നോക്കാം. ഓക്കെ, സോ ഞാനൊരു ക്വിക്ക് ടൂർ ചെയ്യാൻ നോക്കാം വിത്തൗട്ട് ഡിസ്റ്റർബിങ് പീപ്പിൾ. എത്രത്തോളം നടക്കുമെന്നറിയില്ല, ബട്ട് ട്രൈ. സോ ഇതായിരുന്നു എൻ്റെ സീറ്റ്. നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടുന്ന്. ആൻഡ് എ ബാർ ഹിയർ, അത് മോശമല്ല. അധികം ആൾക്കാർക്ക് ഫിലിം ചെയ്യുന്നത് ഇഷ്ടാവില്ല, ബട്ട് ഐ ജസ്റ്റ് മേക്ക് ഇറ്റ് വെരി ക്വിക്ക്. പിന്നെ പോകുന്നു.
ഇവിടെ ഒരു ഡ്രിങ്ക്സിൻ്റെ കൗണ്ടർ ഉണ്ട്. ഫ്രീ ടു പിക്ക് വാട്ട് യു ലൈക്ക്. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. എനിക്ക് ശരിക്കും കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഐ എം ജസ്റ്റ് വീഡിയോയിങ് തിങ്സ് ഓൾ ടുഗെദർ. Launch looks nice. Yeah. അതാണ് ഒരു ക്വിക്ക് ടൂറ്. ബാക്കി ഞാൻ ഇനി ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ക്യാമറ എടുത്ത് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയില്ല. ഇനി നിങ്ങൾ ശരിക്കും എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി see me do all that. ഭാഗ്യമുണ്ടെങ്കിൽ അഗൈൻ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുന്നതായിരിക്കും. ദാറ്റ്സ് മൈ സീറ്റ്. ബോർഡിങ്ങിന് ടൈമായി എന്ന് അനൗൺസ്മെൻറ്റ് വന്നു. സോ ഇനി ഗേറ്റ് നമ്പർ 10 കണ്ടുപിടിക്കണം. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. സോ വിത്ത് more of your support I'll be able to do this more. അപ്പോൾ കുറച്ച് പച്ചയായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യുമെന്ന് കാണിക്കാൻ പറ്റും. കാരണം വ്ളോഗ്സൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ജസ്റ്റ് അൺഎഡിറ്റഡ് റോ വേർഷൻ ഞാൻ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. കാരണം എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. അപ്പോൾ ഞാനാണെച്ചാൽ കുറേ ട്രാവലും ചെയ്യുന്നുണ്ട്, കുറേ വീഡിയോസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇടാൻ പറ്റാറില്ല ഇപ്പോൾ. എനിവേസ് അൺഎഡിറ്റഡ് റോ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണെന്നൊന്നും അറിയില്ല. ബട്ട് ലെറ്റ്സ് സീ. ഞാൻ ഈ സാധനം അപ്ലോഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ കൂടുതൽ പറ്റുമായിരിക്കും. ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. ഗേറ്റ്സ് 1 to 10. I can see 9 there and the boarding is at 10. So hopefully it will be open and I'll just be able to walk through. കാരണം ഓൾറെഡി തിരക്കൊന്നും കാണുന്നില്ല. Hello, I'm good. How are you? Sorry, I'm recording it. That's okay. Thank you. Welcome. Thank you so much. Thank you. Seat number is 5K. ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് ഈ രാജ്യത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വ്ളോഗിങ്ങിനും ഇതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതാ എന്താ അറിയില്ല, ന്യൂസിലാൻഡിലെല്ലാവരും ലൈക്ക് ഫിൽമിങ്ങും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ കുഡ്ന്റ് ഗെറ്റ് ടു എ റിയലി ഗുഡ് സ്റ്റാർട്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി. പക്ഷെ ഞാനിത് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പോകാത്തതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ കം ഔട്ട്. പക്ഷെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ്. ഐ വിൽ ട്രൈ ഡൂയിങ് എ ബെറ്റർ ജോബ്. Welcome. Hello. Hello. Hi. Thank you. Oh, look at that, all organised. Okay, thank you. Okay, it's Cross Centon. Yeah, not bad to start with. Looks nice. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് നോക്കാം. 7K. ഐ തിങ്ക് എൻ്റെ സീറ്റ് 5K ആണ്. ഗുഡ് സ്റ്റഫ്. ബാഗ് വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. See if you can see me.
that was easy. Usually നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല ഒരു ബാഗ് വെക്കാൻ. So now I can relax and take out stuff. Thank you. Sorry. It's okay. No, it's fine. Would you like hot roll? Yes, please, thank you. You're welcome. C5, right? Is that right? Yeah. Would you mind checking the menus? What would you like for the lunch? I can do that, yeah, sure. Yeah, thank you. Give me a minute, thank Yes, you. that's lovely. That's okay. I'll give you a minute. I'm not sure if you call all that, but yeah, അപ്പോൾ ബാഗ് വെക്കാൻ പറ്റി. സോ ഇവിടെ 2 ബാഗ് വെച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഐ ഷുഡ് ബി ഏബിൾ ടു ക്ലോസ് ഇറ്റ്. ഇവിടെ ഐ ഹാവ് 1 ബാഗ് സാധനങ്ങളുണ്ട്. I can relax, take my time, unlike on economy where you have to like wait. Thank you so much. It's okay. The menus is at lunch. Yeah, thanks. ചെറിയ ബാഗുണ്ട്. I sneaked in. Sneaked in എന്ന് പറയാൻ പറ്റില്ല. I mean, they never checked or asked if how heavy it was, so I just bought it. Yeah, but അതിൻ്റെ താഴെ വയ്ക്കാൻ പറ്റില്ല. It's too big for that. So I'll keep it here. Probably should have got something with a better window, but yeah, next time. But കുഴപ്പമില്ല, ഞാനിപ്പോൾ ചാരി കഴിയുമ്പോൾ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ ബെറ്റർ തിങ്. സോ പെട്ടെന്ന് കാണിച്ചാൽ the screen, this all these bottles and water bottle and the passportൻ്റെ pillows. മെനു നോക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ സാവകാശം നോക്കാം. I mean, might not make a difference, but at least ഈ ബോർഡിങ് ടൈമും നമ്മളൊക്കെ നിങ്ങൾക്ക് പുറത്ത് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ട്രൈ ടു റിസർച്ച് മോർ ആൻഡ് ദെൻ ചൂസ് ബൈ ദ സീറ്റ്. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ. സോ യാ, സ്ക്രീനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ എൻ്റെ ഒരു ഷാമ്പെയിനോടെ വന്നിട്ടുണ്ട്. അതും കുടിച്ച് തീർക്കാണ്. പാസ്പോർട്ട് അവിടെ സേഫായിട്ട് വെച്ചു. കാരണം എന്താ അറിയുമോ, ഞാൻ യൂഷ്വലി എക്കണോമിയിൽ ട്രാവൽ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്യാമറയും അതും ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ. പാസ്പോർട്ട് അവിടെ അത് ഇത് എന്തെങ്കിലും ലൂസായി പോകുമെന്ന് എനിക്ക് പേടിയാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്താ അറിയില്ല, സോ കംഫർട്ടബിൾ. ഐ ഹാഡ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ് ടു കീപ് തിങ്സ് ഹിയർ ആൻഡ് ദെൻ സ്ലോലി ഡിസൈഡ് വാട്ട് ടു കീപ് വെയർ എല്ലാം. എനിക്ക് തോന്നുന്നു ഇതാണ് അടിപൊളിയെന്ന്. അറിയില്ല, ബട്ട് മേ ബി these videos will help you guys plan better. വേണമെങ്കിൽ ടിപ്സൊക്കെ പറഞ്ഞു തരാം. എത്രത്തോളം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നറിയില്ല. നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്കണോമിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അധികം വീഡിയോസ് ഇടണ്ടെന്നാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രം വീഡിയോസ് ഇട്ടാലേ കുറച്ചുകൂടെ രസം. മറ്റേത് ഞാൻ ചെയ്ത് നോക്കാം. അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും അറിയുള്ളൂ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കുറേ കാണുന്നതാണല്ലോ, എല്ലാവരും ചെയ്യുന്നതല്ലേ. ബാക്കിയുള്ളവർ ചെയ്യാത്ത പോലെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. അതിനുള്ള കോൺഫിഡൻസും കുറച്ചുകൂടെ നല്ല ക്യാമറ ആംഗിൾസും കുറച്ചുകൂടെ നല്ല എഡിറ്റിങ്ങുമായിട്ട് ഞാൻ നോക്കാം. കാല് വയ്ക്കാൻ സ്ഥലമുണ്ട്, ബെഡ്ഷീറ്റ് സ്ഥലമുണ്ട്, 2 പില്ലോ ഉണ്ട്. ഇത് നോക്കട്ടെ എന്തൊക്കെ വയ്ക്കാൻ പറ്റുമോ, പിന്നെ സമയം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്തായാലും ഈ ബെല്ലും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് ഇനി കിടന്ന് തോന്നുന്നില്ല.
Kia ora, welcome. I'm Kate. Nice to meet you. Have you been on this aircraft before? The retrofit? No, it's a really, really comfortable aircraft. Really nice. I think they've got a. Did you need something? No, you're all good. Well, I'll press that. Yeah, probably. That's usually what happens. Should I press this again? Don't you worry. No, don't you worry. I'll go and clear it up there. Thank you so much. Yeah, really, really lovely and comfortable for business premier and premium economy is lovely. Yeah, I mean, I should have chosen a better seat for the window. But Yes, that's the only thing. But in terms of lighting, you're good. I mean, I had the option to choose what I want online, but then I didn't know that the seat. I wouldn't have known. Should I tell you why? I would never have known that either, and it wouldn't say it Just luck, online, would right? it? I should have chosen something. So you it was remember available, next time. and I did. So, and if I'd had to spare one, Do you have one? if I'd had to That's spare one, okay. I would have popped you in there. Just a manager വന്ന് സംസാരിച്ചു പോയതാണ്. ഞാനിപ്പോൾ സീറ്റിനെ പറ്റി പറഞ്ഞു. But yeah, next time. നോക്കാം. Okay. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഫുഡ് സ്റ്റാർട്ട് കമ്മിങ്. ഇനി കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ട്രൈ ചെയ്യാം. കാരണം ഫുഡ് വരുന്നില്ല. കുറച്ച് ബോറടിച്ച് തുടങ്ങി. നൈസ് പ്രീമിയം ഹെഡ്സെറ്റ് പോലെയുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. സോ സെർച്ച് ഓപ്ഷൻ ഇല്ല. സോ ഐ ഡിസൈഡഡ് ടു ഗോ ടു വാച്ച് ടി വി ഷോ ഫ്രണ്ട്സ്. 10 എപ്പിസോഡ് അടിപൊളിയാണ്. മിസിസിപ്പി. സോ ലഞ്ച് വന്നു. എൻ്റെ ടേബിളിന് എന്തോ ചെറിയ പ്രശ്നമായതുകൊണ്ട് they have arranged it on the side. So some good garlic bread, some salmon. Yeah, my friends is playing stuff. And for the drinks I ordered the seasonal cocktail because ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്തല്ലോ. അപ്പം ഇനി അതെങ്ങനെയുണ്ട് നോക്കാം. വെരി അൺഫോർച്ചുനേറ്റ് അബൌട്ട് ദ ടേബിൾ. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെയല്ല ക്യാമറ വെക്കാറ്. അപ്പോൾ ഈ സാധനം അങ്ങനെ ഇവിടെ താഴെ വീണു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം എടുത്ത് സ്വന്തം ഉള്ളിലിട്ടു. അവരെ വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലല്ലോ. ക്യാമറ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ക്യാമറ പുറത്തെടുത്തു. പിന്നെ നോക്കുമ്പോൾ ടേബിള് തിരിച്ച് ഉള്ളിലേക്ക് പോകുന്നില്ല. But yeah, all learnings. So next time I'll try to get a better seat, better experience. But for now, that was my cocktail will be coming anytime soon. Yeah, so Sagnam is like really good. Nuts and cold salmon ആണ്. I'm vlogging with nice olive oil and pepper and salt as well. Friends are still playing. അതില്ലാതെ സാറില്ല. ടേബിൾ ഇല്ലായിരുന്നെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന പോലെ അപ്പുറത്ത് കാണാമല്ലോ, അതുപോലെ ചെയ്യായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം. കോക്ടെയിൽ ഇസ് ഹിയർ, ദ സ്പെഷ്യൽ വൺ. എന്താ പേരെന്ന് ഞാനത് കുടിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം ആ മെനു തുറന്ന് നോക്കണം. കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഐറ്റം. ഈ മുകളിൽ കാണുന്ന ഗോൾഡ് ബ്ലഷ്
പോസ്റ്റ് ചെയ്ത് വായിച്ചു. ഈ കോക്ടെയിലിൻ്റെ അകത്ത് എന്തോ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ആ പീസുള്ള സാധനം കാരണമായിരിക്കാം. എന്താണെന്നറിയില്ല. അതായത് ആൽക്കഹോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എന്തോ സംതിങ് ദാറ്റ് ഐവ് നെവർ ഹാഡ് ബിഫോർ ഉണ്ട് ഉള്ളിൽ. ഇപ്പം ഫണ്ണിലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ നല്ല പ്രീമിയം ഹോട്ടൽ റൂം പോകുമ്പോൾ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവില്ലേ? അതായത് അവർ വെച്ച റൂം ഫ്രഷ്നറോ ഫ്ലവേഴ്സോ ആ സാധനം കുടിക്കുന്ന പോലെ ഉണ്ട്. ബട്ട് കുടിക്കാൻ പറ്റുന്നൊരു സാധനം, കെമിക്കൽ കുടിക്കുന്ന പോലെ ഇല്ല. ബട്ട് യെസ്, മെനുവിലേക്ക് പോയിട്ട് നോക്കിയാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. സോ അടുത്ത സാധനം വന്നിട്ടുണ്ട്. സോ അപ്പാരൻ്റ്ലി ഞാൻ ഹൈ ആയതുകൊണ്ട് ആദ്യം വന്നതാണ് സാൽമൺ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതാണ് ആദ്യം വന്ന ചിക്കനായിരുന്നു. ഗോട്ട് സം സാലഡ്.